കൂട്ടുകാരി, നമ്മുടെ സവോളയൊക്കെ ഏകദേശം വഴന്നു വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കതിനാവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എരിവ് കിട്ടാനായിട്ട് നമുക്ക് മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എരിവിരുന്നു. നമുക്ക് ഈ മുളകിൻ്റെ ഒരു പച്ചക്കുറവ് മാറി കിട്ടാനൊന്ന് 1-2 വട്ടം ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. ചൂടാറിയിട്ട് നമുക്ക് അരച്ചെടുത്ത പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ സൂപ്പർ ചമ്മന്തിയായി. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം സൂപ്പർ ചമ്മന്തിയാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് വേണ്ടത് തക്കാളി, സവോളയും മുളക് പൊടിയും മാത്രം മതി. പച്ചമുളകാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കേ, നമ്മുടെ ചമ്മന്തി അരയ്ക്കാനുള്ള കൂട്ട് റെഡി ആയിട്ടാണ്. നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മുടെ തക്കാളി വഴറ്റിയതും സവോള വഴറ്റിയതും ഉപ്പ് നീരൊഴിച്ച് മുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. നമുക്ക് നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ദോശ റെഡിയായി, കഴിക്കാൻ ദോശ റെഡിയായി. നമുക്ക് ചമ്മന്തി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഹലോ കൂട്ടുകാരി, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സവോള തക്കാളി ഒന്ന് വഴറ്റിയെടുത്തു. ആവശ്യത്തിന് മുളകും ചേർത്ത് നന്നായിട്ട് വഴന്നു വന്നപ്പോൾ ഉപ്പും ചേർത്ത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തു. അത്രയും നമ്മൾ ചെയ്തുള്ളൂ. പിന്നീട് നമ്മൾ ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇത് മുക്കി ദോശയോടൊപ്പം മുക്കി കഴിക്കാം. വളരെ സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഇഡ്ഡലിക്കാണെങ്കിലും ചോറിന് അരി നമുക്ക് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് ഉപയോഗിക്കാം, ഒരു തൊടുകറിയായിട്ട് നല്ലതുണ്ടാവും. സൂപ്പർ ടേസ്റ്റാണ്. കണ്ടപ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നു. ഹൈ കൂട്ടുകാരെ, നമ്മുടെ ചമ്മന്തി ദോശയും റെഡി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? എല്ലാവരും ആയോ? നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. ഓക്കെ, താങ്ക് യു കൂട്ടുകാരെ. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.